തൃശൂരിലുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും നിരവധി മരങ്ങളാണ് കടപുഴകി വീണത്. വൈദ്യുതി പോസ്റ്റുകളും ലൈനുകളും തകരാറിലായി. മരം വീണതിനെ തുടർന്ന് 3 പീടിക ഇരിങ്ങാലക്കുട റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു. അതിരപ്പിള്ളിയിൽ വീശിയടിച്ച കാറ്റിൽ വ്യാപക നാശനഷ്ടം രേഖപ്പെടുത്തി. ചാലക്കുടി വെസ്റ്റേൺ ഹീറോസ് ക്ലബ്ബ് പ്രദേശത്ത് മിന്നൽ ചുഴലിക്കാറ്റ് വീശി. തൃശൂർ സ്വരാജ് റൗണ്ടിൽ കെട്ടിടത്തിന്റെ മുകൾ ഭാഗം പൊളിഞ്ഞു വീണു. അപകടാവസ്ഥയിലുള്ള കെട്ടിടം 1 വർഷമായിട്ടും പൊളിച്ചു നീക്കിയിരുന്നില്ല. ബിൽഡിങ്ങിന്റെ നിപ്പ് കണ്ടോ? ഷേപ്പില്ലാണ്ട നിപ്പ്. ഒരു ഭാഗത്തേക്ക് തള്ളിയിട്ടേക്ക് നിൽക്കണേ. നമ്മൾ നോക്കി അറിയാതെ ഇവിടെ നിന്ന് എപ്പോഴേലും എന്ത് സംഭവിക്കാം. എന്തെങ്കിലും കോപ്പറേഷൻ ഇടപെട്ട കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ വലിയ അപകടം. മഴക്കാലം കഴിയുന്നോന്നല്ലേ അതിപ്പോ നിൽക്കണപ്പോൾ. മഴക്കാലപൂർവ്വ ശുചീകരണം നടത്താത്തതിൽ തൃശൂർ കോർപ്പറേഷനിൽ പ്രതിഷേധം അരങ്ങേറി. മേയറുടെ വാഹനത്തിന് മുകളിലേക്ക് പ്രതിപക്ഷ കൗൺസിലർമാർ കുളവാഴി എറിഞ്ഞു. പാലക്കാട്ടും കനത്ത മഴ തുടരുകയാണ്. പട്ടാമ്പി ഗുരുവായൂർ പാതയിൽ ഞാങ്ങാട്ടേരി സ്കൂൾ റോഡിന് മുൻവശത്ത് നിന്നിരുന്ന കൂറ്റൻ ആൽമരം കടപുഴകി വീണു. മരത്തിന് താഴെ പാർക്ക് ചെയ്തിരുന്ന കാർ പൂർണ്ണമായി തകർന്നു. പാവുകോണം കുണ്ടുപറമ്പിൽ നിർമ്മാണത്തിലിരുന്ന വീടിന്റെ മുകളിലേക്ക് മരങ്ങൾ വീണ് മേൽക്കൂര തകർന്നു. കനത്ത മഴയിൽ അലനല്ലൂരിൽ വീട്ടുമുറ്റത്തെ കിണർ താഴ്ന്നുപോയി. പാലക്കാട് ചെറുപ്പുളശ്ശേരി കക്കാത്തോട് പാലത്തിന് സമാന്തരമായി നിർമ്മിച്ച താൽക്കാലിക റോഡ് കനത്ത മഴയിൽ ഒലിച്ചുപോയി. മണ്ണാർക്കാട് കുന്തിപ്പുഴയിൽ കാണാതായ യുവാവിനായുള്ള തിരച്ചിൽ ഇന്നും പുരോഗമിക്കുകയാണ്. ഇയാളെ കാണാതായ സ്ഥലത്തിന്റെ 10 കിലോമീറ്റർ ചുറ്റളവിലാണ് തിരച്ചിൽ നടക്കുന്നത്. ഷൊർണൂർ സ്വദേശി മുബീനെയാണ് ഇന്നലെ വൈകിട്ട് മുതൽ കാണാതായത്. എറണാകുളം മൂവാറ്റുപുഴയിലും ഒരാളെ ഒഴുക്കിൽപ്പെട്ട് കാണാതായി. ആരക്കുളം വള്ളിക്കടപ്പുഴയിൽ നീന്താനിറങ്ങിയ റോബിനെയാണ് കാണാതായത്. കോതമംഗലം കുട്ടമ്പുഴ പഞ്ചായത്തിലെ മടികണ്ടഞ്ചാൽ ചപ്പാത്ത് വെള്ളത്തിനടിയിലായി. ന്യൂസ് ഡെസ്ക് മാതൃഭൂമി ന്യൂസ്.